മലയാളികൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ, നല്ലൊരു മലയാള സിനിമ. ഇരുന്നു പോയി അവിടെ. കാരണം ഒരു ബ്രീത്ത് വരെ, അടുത്തിരിക്കുന്ന ആളുടെ ഒരു ബ്രീത്ത് വരെ നമുക്ക് കേൾക്കാൻ പറ്റും. അടിപൊളി പടം. മലയാള സിനിമയ്ക്ക് വളരെ വ്യത്യസ്തമായ ഒരു കഥ. സൂപ്പർ പടം. നല്ല ഫാമിലി സ്റ്റോറി. നല്ല അടിപൊളി. എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ആരുടെയാണ് ഏറ്റവും മികച്ചതെന്ന് എടുത്ത് പറയാൻ ആരുടെയാണ്? ദിലീഷ് ഏട്ടൻ, ഷാജോൺ, ഡെഡ്ലി കോംബോ. ഇവരുടെ ഒരു ബ്രദർഹുഡ് വർക്ക്ഔട്ട് ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്, നൈസായിട്ടുണ്ട്. പടം രസമുണ്ട്, നല്ലൊരു ഫാമിലി മൂവിയാണ്. കാണാൻ ശ്രമിക്കുക. പറഞ്ഞ പോലെ ദിലീഷേട്ടൻ്റെ ഗംഭീര പെർഫോമൻസ് ആണ്. ഷാജൻ ചേട്ടൻ കാണാൻ ശ്രമിക്കുക. അഭിപ്രായം പറയാം. അവരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീര കാരണം നമ്മൾ ത്രൂ ഔട്ട് എല്ലാം പറഞ്ഞു തരും. ലൈക്ക് ഭയങ്കര ടീം വർക്ക് ആയിരുന്നു. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഈവൻ കുട്ടിയേട്ടനാണെങ്കിലും നമുക്ക് എല്ലാം പറഞ്ഞു തരും. അഭിനയിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഫാമിലി മൂഡായിരുന്നു. നല്ല പടം, ഡെഫിനറ്റ്ലി കാണാൻ ശ്രമിക്കുക. എക്സ്പീരിയൻസ് ഒക്കെ ഗംഭീരമാണ്. കാണാൻ ശ്രമിക്കുക. സൂപ്പർ പടം. എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളി പടം. അടിപൊളി. ഞാൻ ഇതിനകത്ത് ആക്ട് ചെയ്തിട്ടുണ്ട് ഷാൻചാന്റെ മോനായിട്ട്. പടം നല്ലൊരു പടം. അടിപൊളി പടം. മലയാള സിനിമയ്ക്ക് വളരെ വ്യത്യസ്തമായ ഒരു കഥ. ഇതിന്റെ കഥാകൃത്ത് ഫസൽ നന്നായിട്ട് അത് എഴുതി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഡയറക്ടർ ശരത്ത് അമ്യൂസിങ്, പറയാൻ പറ്റത്തില്ല. നിങ്ങൾ കാണണം, എല്ലാ മലയാളികളും ഈ പടം കാണണം. നല്ലൊരു മലയാള സിനിമ. ദിലീഷ് പോത്തനൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ട്, വിജയരാഘവൻ കുറെ പേര് നന്നായിട്ട്, നല്ലൊരു മലയാള സിനിമ. മലയാളികൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയെന്ന് തോന്നുന്നു. കാരണം സിമ്പിളാണ്, അങ്ങനെ ഇരുന്നു പോയി അവിടെ. കാരണം ഒരു ബ്രീത്ത് വരെ, അടുത്തിരിക്കുന്ന ആളുടെ ഒരു ബ്രീത്ത് വരെ നമുക്ക് കേൾക്കാൻ പറ്റും ഓരോ ഇതിനകത്തും. നല്ലൊരു ചിത്രമായിരുന്നു. അടിപൊളി, സൂപ്പർ. എല്ലാവരുടെയും പെർഫോമൻസിനെ പറ്റി എന്താ പറയാ? നല്ലത്. കൊള്ളാം. ഒരു ഇൻട്രസ്റ്റിംഗ് മൂവി. നല്ല ഫാമിലി സ്റ്റോറി. നല്ലായിരുന്നു. അടിപൊളി. നല്ല മൂവി. നല്ലൊരു ക്രൈം മൂവി. അടിപൊളി. നല്ല പടം. പ്രത്യേകിച്ച് മേക്കപ്പ് അടിപൊളി. ഫാമിലിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിൽ മേക്ക് ചെയ്തേക്കുന്നത്. പെർഫോമൻസ് ആണ്. വിജയരാഘവന്, ഷാജോണ്, ദിലീഷ് പോത്തൻ. നല്ല പടം, ഫാമിലിക്ക് ഇഷ്ടപ്പെടും. പടം നല്ല അടിപൊളി പടമാണ്. എന്തായാലും കുറെ നാൾക്ക് ശേഷം നല്ല അടിപൊളി ഒരു പടം കാണാൻ പറ്റി. സ്ക്രിപ്റ്റ് അടിപൊളി, നല്ല റൈറ്റിംഗ് ആയിരുന്നു. തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാലേ അതിന്റെ ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടും. എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് കൊള്ളാം. സാർ പ്രൊഡ്യൂസ് ചെയ്ത സാറിന്റെ പുതിയ മൂവി ഇപ്പോൾ റിലീസ് ആയിരിക്കുകയാണ്. സോ വാട്ട് യു ഫീൽ നൗ? ഒരു സെൻസ് ഓഫ് റിലീഫ് ഉണ്ട്. നമ്മളൊരു പരീക്ഷയ്ക്ക് ഇരിക്കുന്ന പോലെ ആയിരുന്നു. പക്ഷെ നല്ല ഫീഡ്ബാക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അത് പ്രേക്ഷകർ ഇത് ഈ ഫീഡ്ബാക്ക് കണ്ട് സിനിമ കാണും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. സാറിന് എന്താ തോന്നുന്നത്? സാർ വർക്ക്ഔട്ട് ആക്കാൻ വിചാരിച്ച ആ ഒരു സാധനം കൺവേ ആയിട്ടുണ്ടോ? ആബ്സല്യൂട്ട്ലി. ഞങ്ങൾ ഒരു എഫേർട്ടും കുറച്ചിട്ടില്ല. അത് ടെക്നിക്കൽ ആണെങ്കിലും അല്ലെങ്കിലും ഫുൾ നല്ല എഫേർട്ട് എല്ലാവരും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കാണാനും ഉണ്ട്. സോ ആ പടം കാണുമ്പം ഒരു ടെക്നിക്കലി ബ്രില്യൻ ഫിലിം. ആക്ടിങ്ങും എല്ലാവരുടെയും മികച്ച പ്രകടനമാണ്. അതുകൊണ്ട് വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ലെങ്കിലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് കയറും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ആണെങ്കിലും ദിലീഷ് പോത്തൻ, അതുപോലെ തന്നെ ഷാജോൺ ചേട്ടൻ, എല്ലാവരും അവരുടെ ഒരു കോംബോ എന്ന് പറയുന്നത് ആദ്യമായിട്ട് വരുന്നതാണ്. ഈ ഒരു കോംബോ നമുക്ക് ഇതുവരെ പുതിയൊരു പടത്തിൽ ആദ്യമായിട്ട് വരുന്നത്, വേറൊരു പടത്തിൽ വന്നിട്ടില്ല. അപ്പൊ അവരുടെ കോംബോനെ പറ്റി എന്താ പറയാനുള്ളത്? അത് ഈ മൂവിയിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ അതില്? സോ അവർ മൂന്നുപേരും നാച്ചുറൽ ആക്ടേഴ്സാണ്. അവരെ ഒരു സെറ്റിൽ കൊണ്ടുവന്നാൽ അഭിനയം സ്വാഭാവികമായിട്ടും നാച്ചുറലായിട്ട് വന്നോളും. സോ അത് ഞങ്ങൾ സെറ്റിലും കണ്ടു, ഇപ്പോൾ സ്ക്രീനിലും കാണാം. അവരുടെ ആ കെമിസ്ട്രി, അവരുടെ ആ ഇൻട്രാക്ഷൻ വളരെ നല്ലതാണ്. എല്ലാവരും വന്ന് കാണേണ്ട പടമാണ് ഇത്. സൂപ്പർ ഫീഡ്ബാക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും വന്ന് ഈ ഫിലിമിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ പ്രതീക്ഷ.